ഹായ് ഫ്രണ്ട്സ്, ഓണം അടുത്തൂലേ? എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും അല്ലേ? അപ്പം ഞാൻ ഇന്ന് ഓണം സ്പെഷ്യൽ കൂട്ടുകറിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്ന വിഭവം. ഓണത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറികളിൽ ഒന്നാണ് ഈ കൂട്ടുകറി. അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് കടലപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. അതിന് ശേഷം കഴുകി വൃത്തിയാക്കി കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ ടൈമിൽ നമുക്ക് കൂട്ടുകറിക്ക് ആവശ്യമായ ചേനയും കായും അരിഞ്ഞെടുക്കാം. ചേനയും കായൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ചേനയും കായയും ഒരു മൺചട്ടിയിൽ എടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. കഷ്ണം വേകുന്ന ടൈമിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങയും 1 സ്പൂൺ ജീരകം ഇട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ കൂട്ടുകറിയുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ശർക്കരയാട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൺചട്ടി ഇറക്കി വയ്ക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് താളിപ്പ് തയ്യാറാക്കാം കേട്ടോ. ഓയിൽ ചൂടായി കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് 3 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലിട്ട് അതിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് ചോക്കന വറുക്കാട്ടോ. ഇനി തേങ്ങ മൂത്ത് വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് തേങ്ങ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കൂട്ടുകറിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഓണം സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ടാറ്റാ, ബൈ ബൈ.